നിയമസഭയിൽ കോൺഗ്രസ് തിരിച്ചുവരിക മാത്രമാണ് ലക്ഷ്യമെന്നും ആര് മുഖ്യമന്ത്രിയാകുമെന്നത് പിന്നീട് തീരുമാനിക്കുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 24-നോട് പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇക്കുറി പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കോൺഗ്രസിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ലെന്നും KC വേണുഗോപാൽ ഡൽഹിയിൽ പറഞ്ഞു. മുഖ്യമന്ത്രി ആരാണെന്ന ചോദ്യം ഞങ്ങളുടെ മുന്നിൽ ഇല്ല. അതൊക്കെ പാർട്ടിയുടെ സിദ്ധാന്തങ്ങൾക്കനുസരിച്ച് നയപരിപാടികളുണ്ട്. ഇപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഭരണം തിരിച്ചു കൊണ്ടുവരിക. അങ്ങനെയൊന്നും പ്രശ്നമുണ്ടാകാൻ പോകുന്നില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയ സാധ്യത തന്നെയാണ് പ്രഥമ മുൻഗണന. സ്വർണം കട്ടതും ഈ കൊള്ള നടത്തിയതുമെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് CPM ഭരിക്കുന്ന സമയത്താണ്. അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമമൊക്കെ അവർ നടത്തിക്കോട്ട്, പക്ഷേ കൂടുതൽ അപഹാസ്യമാവുന്നേ ഉള്ളൂ. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ദീപക് ധർമ്മടം ചേരുന്നു. ദീപക്, സമീപകാലത്തെ UDFന്റെ മെച്ചപ്പെട്ട പ്രകടനത്തിന്റെ ക്രെഡിറ്റ് പ്രതിപക്ഷ നേതാവ് VD സതീശനാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൽ ഒന്നിലധികം പേരുണ്ടാകും. അത് VD സതീശൻ, നിലവിലെ പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അപ്രതീക്ഷിത ഒരു വ്യക്തിയായി കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് UDFന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ വന്നുകൂടായികയില്ല എന്നു കരുതുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 നേതാക്കളെ സംബന്ധിച്ചാണ് പ്രധാനമായും UDF രാഷ്ട്രീയം തിരിയാൻ പോകുന്നത്. ഇപ്പോൾ KC വേണുഗോപാൽ ദീപക് ധർമ്മടത്തോട് നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് KC പറഞ്ഞ കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന്റെ തിരിച്ചുവരവ് അതുതന്നെയാണ് പ്രധാന ലക്ഷ്യമെന്ന് KC പറയുമ്പോഴും KC വളരെ കൃത്യമായി കേരളത്തിൽ തിരിച്ചു വരാൻ വേണ്ട ഇടപെടൽ നടത്തുന്നുണ്ട്. കാരണം KC ഇന്ന് ഡൽഹിയിൽ നിന്നും ഇവിടെ നിന്നും കേരളത്തിലേക്ക് വരികയാണ്. അദ്ദേഹം വയനാട്ടിലെ കോൺഗ്രസിന്റെ ക്യാമ്പിൽ പങ്കെടുക്കാനാണ് വരുന്നത്. അതിൽ 2 കാര്യങ്ങൾ പ്രധാനമായി തീരുമാനിക്കും. ഈ തിരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ക്യാമ്പയിൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. മറ്റൊന്ന്, ആരൊക്കെ സ്ഥാനാർത്ഥിയാകണം എന്നതിൻ്റെ മാനദണ്ഡങ്ങൾ സംബന്ധിച്ചുള്ള ധാരണയും അതിലുണ്ടാകും. അതിൽ KC നമ്മളോട് തുറന്നു പറഞ്ഞിരിക്കുന്നു, വിജയസാധ്യത, വിന്നബിലിറ്റി മാത്രമായിരിക്കും ഇക്കുറി ഘടകം. അതിന് കാരണം 10 വർഷത്തെ ഇടതുമുന്നണി ഭരണത്തിന് ശേഷം കോൺഗ്രസിന്റെ തിരിച്ചുവരവ് മാത്രമാണ് ലക്ഷ്യമെന്നുള്ളതാണ്. അത് കഴിഞ്ഞു മാത്രമാണ് മുഖ്യമന്ത്രിയുടെ സ്ഥാനാർത്ഥിത്വം, മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള കാര്യത്തിലുള്ള ചർച്ച. KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം അത് കേരളത്തിലുമുണ്ട്. ഹൈക്കമാൻഡിലാണെങ്കിൽ ഒരു പ്രബലൻ എന്നുള്ള നിലയിൽ KCക്കുള്ള സാധ്യത കൂടുതലുമാണ്. പ്രത്യേകിച്ചും VD സതീശൻ, രമേശ് ചെന്നിത്തല തർക്കങ്ങൾ മുന്നണിക്കകത്ത്, UDFനകത്ത് പ്രതിപക്ഷ നേതാവ് ശക്തനാണ് എങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെയുള്ള കരുനീക്കങ്ങൾ, പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ ഗ്ലാമറോടുകൂടി പ്രതിപക്ഷ നേതാവ് മാറിയെങ്കിലും മറ്റു പല ഘടകങ്ങളും അതിൽ അദ്ദേഹത്തിനെതിരായി വരാനുള്ള സാധ്യത. അപ്പോൾ ഇത്തരമൊരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ആര് എന്ന ചർച്ചയ്ക്ക് ഒരു തടസ്സം വെക്കുക, ഒരു ചെക്ക് വെക്കുക എന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ KC ലക്ഷ്യമിട്ടത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ആരെന്ന് ഇപ്പോൾ ചർച്ചയില്ല. ഇപ്പോൾ ചർച്ച ലക്ഷ്യം ഒന്നു മാത്രമാണ്, കോൺഗ്രസിന്റെ തിരിച്ചുവരവാണ് എന്ന് KC പറയുകയാണ്. മറ്റൊന്ന്, ദീപ്തി മേരി വർഗീസ് അവിടെ കോൺഗ്രസിന്റെ മേയർ ആകേണ്ടതായിരുന്നു, പക്ഷേ തടയപ്പെട്ടു എന്ന പരാതിയുണ്ട്. ആ പരാതി സ്വാഭാവികമാണ്, സങ്കടമുണ്ടാകും എന്ന് പറയുന്നു. അതുപോലെ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലേക്ക്, അടൂർ പ്രകാശിലേക്ക്, സോണിയാഗാന്ധിയിലേക്കൊക്കെ ആരോപണങ്ങൾ നീളുന്ന ഒരു പശ്ചാത്തലം, ആ പശ്ചാത്തലത്തിൽ ഒരു ശ്രമം കൊണ്ടും കാര്യമില്ല എന്നുകൂടി KC രാഷ്ട്രീയമായി കൃത്യമായ നിലപാട് വ്യക്തമാക്കുകയാണ് 24-നോട് ഇന്ന് സംസാരിച്ചപ്പോൾ ഉണ്ടായത്. ദിലീപ് കുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.